ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. അവരുടെ ഇപ്പോഴുള്ള ട്രൂ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി സിറ്റുവേഷൻ എല്ലാം നമുക്ക് വൺ കാർഡ് റീഡിങ്ങിലൂടെ നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കറൻറ്റ് സ്റ്റേറ്റ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, 7 ഓഫ് സോർഡ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് സ്റ്റേറ്റ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങളുടെ കൂടി നോക്കാം. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെയോ സീക്രസീസ് സംഭവിച്ചിട്ടുണ്ട്. പാർട്ട്ണർ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഈ പറഞ്ഞ ഒരു അവസ്ഥ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരു സുപ്രഭാതത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു കാര്യവും പറയാതെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലൂ പോലും തരാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ, വളരെ സൈലൻ്റ് ആയിട്ട് ഹൈഡായിട്ട് നിങ്ങളിത് മാറിപ്പോയിട്ടുണ്ടാവാം. ചിലരുടെ കേസിനകത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞു വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്, തുറന്ന ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനായിട്ടുണ്ട്, ആകെ മൊത്തം ഒരു നിഗൂഢതയുണ്ട്. പാർട്ട്ണറിൽ നിന്ന് ഏതൊക്കെയോ തരത്തിൽ ഒരു ചീറ്റിംഗ് അനുഭവപ്പെട്ടതായിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കെട്ടുറപ്പിന് കാര്യമായിട്ടുള്ള വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടതുപോലെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയാണ്. ദാറ്റ് മീൻസ് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ആൾക്കൊരു മാറ്റം വേണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു ടൈം പീരീഡ് ആണെന്ന് പറയാം. മാത്രമല്ല ആളുടെ ഒരു ചിന്തകളും കാര്യങ്ങളും ചിലപ്പോൾ ഒരേപോലെ സ്റ്റേബിളായിട്ട് പോകണമെന്നില്ല. ചില സമയത്ത് ആൾ ഇതിനകത്തേക്ക് വളരെ കാര്യമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് തന്നെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും ആളെ ചിലപ്പോൾ പുറകിലേക്കൊന്ന് വലിച്ചെന്ന് വരാം. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു അവസ്ഥ മാറണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതാണ് അവരുടെ ഒരു ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. ഇതിനകത്ത് ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പാർട്ട്ണർ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുക, മിസ്റ്ററീസ് ഉണ്ടാവുക, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റിൽ ഹോപ്പ് ഉണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ തീർത്തും നോ കോൺടാക്റ്റിലുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പോൾ വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് പിരിഞ്ഞവരും ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മൊത്തത്തിൽ സോർട്ട് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് പാർട്ണറിൽ നിന്ന് മറച്ചു വെച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളത് പിന്നീട് തിരിച്ചറിയുന്ന ഒരവസ്ഥ വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ പറ്റിച്ച പോലെ മാറിപ്പോവുക, എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ അത് ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നതും ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു മാറ്റം വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ശരിയാവും, ഇതിനകത്ത് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറൻറ്റ് ട്രൂ ഇമോഷൻസ് നമുക്ക് നോക്കാം. എങ്കിലാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ കണ്ടു ഇവരുടെ ഒരു ഓവറോൾ എനർജിയിൽ അവർ റിലേഷൻഷിപ്പിന് മാറ്റം വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വരണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് അവർക്കിപ്പോൾ ഉള്ള ഇമോഷൻസ് എന്ന് കൂടി നമുക്കറിയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ നമുക്കിനി അവരുടെ ട്രൂ ഇമോഷൻസ് കൂടി നോക്കാം.
അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവ് ആലോചിച്ചുകൊണ്ട് അവരുടെ ഫേസ് ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, 2 of Wands, 6 of Cups, 3 of Swords, King of Swords, 3 of Wands, 4 of Wands, Death and Rebirth, Page of Swords, Queen of Cups, Justice, 2 of Pentacles, 2 of Cups, Knight of Cups, and Magician. അപ്പോൾ നമ്മൾ കറൻലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വളരെ വിസിബിളാണ് ഈ ഒരു പേഴ്സൺ കൂടുതലും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് കയറി വരുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത്. അവർ തീർച്ചയായിട്ടും വെയിറ്റിങ്ങിലാണ് ഈ ഒരു വ്യക്തി. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു ഒരു മാറ്റം വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇവിടെ നിങ്ങൾ അറിയാതെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഈ 2 എനർജീസ് ആണെന്നുണ്ടെങ്കിലും മറ്റൊരിടത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവരിപ്പോൾ എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഒരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിലും അവിടെയല്ല, അവരുടെ ഫോക്കസ് മുഴുവൻ മറ്റൊരിടത്തേക്കാണ്. അതായത് നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രവൃത്തി അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നിലനിൽപ്പ് എവിടെയാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയും അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓവറോളായിട്ട് ആ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അവരുടെ ചിന്തകളിലെല്ലാം നിങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിലുള്ള കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ഒരു ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കണ്ടതെന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ഇത്രയും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെപ്പറ്റി അറിയാനായിട്ട് താല്പര്യപ്പെടുന്നു, നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് വരുന്നു. ഇവിടെ നമുക്ക് ആ ഒരു 3 of Swords എനർജിയാണ്. അത്രയും ആ ഒരു ഹാർട്ടേക്ക് ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ചിലവർക്ക് സിറ്റുവേഷൻ കൊണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവരുണ്ട്. ചിലർക്ക് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയായിരിക്കാം. ചിലപ്പോൾ ഒരേ സമയത്ത് മറ്റൊരു റിലേഷൻഷിപ്പിനകത്തൊക്കെ പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ ഒരു താല്പര്യം കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രാപ്പ് എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതിനകത്തൊക്കെ പെട്ട് പോകുന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഇതിനകത്തേക്ക് തിരിച്ചു വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത്. അത് എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറൻലി ഈ ഒരു പേഴ്സൺ അത് ഓർത്ത് ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന, അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാം ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി, അതുപോലെ തന്നെ 4 of Wands എനർജി ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നേരത്തെ നിങ്ങളുടെ ഒരു എനർജി നോക്കിയപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടു നിങ്ങളൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ കറൻലി ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡെഡ് എൻഡിലെത്തി നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇനി ഒരു മുന്നോട്ട് പോക്കില്ല എന്നുള്ളൊരു രീതിയിൽ പോകുന്നൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ പാർട്ട്ണർ തികച്ചും സൈലൻ്റ് ആയിട്ട് പോയിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നാളുകളുമായിട്ടുണ്ടാവും അവരങ്ങനെ ഒരു സൈലൻസിൽ നിൽക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്താണ് അതിനകത്ത് സംഭവിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ഉണ്ടായിട്ട് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നൊരു സ്ട്രോങ് റീകൺസിലേഷനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ കുറച്ചധികം ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതെല്ലാം തേർഡ് പാർട്ടിയെക്കുറിച്ചായിരിക്കാം. ചിലപ്പോൾ ഇമോഷണലി അത്രയധികം ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ചില വ്യക്തികളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഡൗൺ ടു എർത്ത് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അതായത് വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റബേൺ ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാത്ത, അത്രയും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്ന, അല്ലെങ്കിൽ പിടിവാശി പിടിക്കുന്ന ഏതെങ്കിലും ഒരു പേഴ്സൺ ആയിരിക്കും ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം. അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും
എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ ഒരു ന്യൂ റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് ആ ഒരു 3 ഓഫ് സോർഡ്സിന് താഴെ തന്നെയാണ് ആ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇത് അവസാനിച്ചു എന്നുള്ള ഒരു രീതിയിൽ നിങ്ങളും മറ്റുള്ളവർ കാണുന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു റീബർത്ത് വരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് നിങ്ങളും ഒരുപാട് വേദനിക്കും, ദുഃഖിക്കും എന്നുള്ളത് ഈ ഒരു പേഴ്സണും അറിയാം. അവർ നിങ്ങളെ കാണുന്നത് പോലും ഈ ഒരു എനർജിയിലാണ്, ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ശേഷം മുന്നോട്ട് പോയിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പേഴ്സൺ ആയിരുന്നിരിക്കാം. അപ്പോൾ അത് അവർക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമാണ്. അവരില്ലാത്തൊരവസ്ഥ നിങ്ങൾ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിട്ടുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം പെയിൻ അനുഭവിക്കും, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ വിഷമിക്കും, സങ്കടപ്പെടും എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ ഒരു സ്നേഹമോ ഈ ഒരു പേഴ്സണോടുള്ള അറ്റാച്ച്മെൻറ്റോ അറിയാഞ്ഞിട്ടല്ല ഈ പറഞ്ഞ കാര്യങ്ങളിവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമായിരിക്കും ഈ വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കറൻറ്റ്ലി ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ജസ്റ്റിസ് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലർക്കിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയുള്ള റിലേഷൻഷിപ്പൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലീഗൽ പ്രൊസീജിയേഴ്സ് വരെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്ന അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിരിക്കാം, അല്ലെങ്കിൽ അവരെ ഒന്ന് ഭയപ്പെടുത്താനായിരിക്കാം, അങ്ങനെയുള്ള കോട്ടായിട്ടുള്ള റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് പേർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിഷമിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ജീവനായിരുന്നു എന്നുള്ളത് ഈ ഒരു പേഴ്സണ് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഒരു ജസ്റ്റിസ് തരാതെ ഈ ഒരു വ്യക്തി മാറി നിന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് അവർ തന്നിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും അവരുടെ ലൈഫിൽ നിലകൊള്ളുന്നുണ്ടാവാം. അത് കംപ്ലീറ്റ്ലി വിട്ടു പോയിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. കാരണം ഇവിടെ നമുക്ക് ആ ഒരു ജഗ്ലിംഗ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ആ ഒരു 2 ഓഫ് കപ്സ് എനർജിയാണ്. എന്തൊക്കെ പൊരുത്തക്കേടുകൾ, എന്തൊക്കെ ഡിഫറൻസസ് നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും നിങ്ങളുമായിട്ട് കൈകോർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അവിടെ ആ ഒരു ഇമോഷൻസ് തന്നെയാണ് കാണുന്നത്. ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തരാനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. ഇപ്പോഴത്തെ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയതെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ ഒഴിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഈ ഒരു പേഴ്സണ് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, വിചാരങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം അവരെ ടേക്ക് കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സണ് അത്രയും നിങ്ങളെ വിട്ട് കളയാൻ തോന്നാത്ത രീതിയിൽ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിലും ഈ മജീഷ്യൻ എനർജിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലാനായിട്ട് ഈ ഒരു വ്യക്തി അതിനായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർ നിങ്ങളെ ഡേ ഡ്രീം ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്തൊക്കെ സംഗതികളാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് റീകൺസിലിയേഷൻ ഈ ഒരു പേഴ്സൺ കറൻ്റ്ലി ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് വിധേനയും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം. ഒരു ഡെഡ് എൻഡ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും ഇത് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകണം എന്നിവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്തൊക്കെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് പറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എനർജി ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. ചിലപ്പോൾ സോൾ കണക്ഷനുള്ള പേഴ്സൺസോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ ലാസ്റ്റ് ആ ഒരു മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മജീഷ്യൻ ആയതുകൊണ്ട് തന്നെ അതൊരു ട്രിക്കി എനർജിയും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ എല്ലാം ഹോണസ്റ്റായിട്ട് തുറന്ന് പറയണമെന്നൊന്നുമില്ല. കുറച്ച് സീക്രസിയും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ മയപ്പെടുത്തി നിങ്ങളെ അവരുടെ ഒരു വശത്താക്കാമോ അതെല്ലാം ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നമ്മൾ ഈ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ചിലപ്പോൾ ഏതറ്റം വരെ പോയെന്നിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ വളരെ സൈലൻ്റ് ആയിട്ട് കടന്നു കളഞ്ഞൊരു വ്യക്തിയെ, അതുപോലെ തന്നെ ചീറ്റിംഗ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചീറ്റിംഗ് ചെയ്യുന്ന ഒരു സമയത്ത് ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തിരിച്ചറിയുന്ന സമയത്താണ് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ
ഈ എങ്ങനെയായിരിക്കും ഈ ഒരു പേഴ്സണെ റിസീവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അവർക്ക് അറിയുന്നുണ്ടാവില്ല. കാര്യം നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തായിരിക്കും എന്നുള്ളത് അവർക്കറിയില്ല. അതുകൊണ്ടായിരിക്കും അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പൈ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? അവരില്ലാതെ നിങ്ങൾ ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ വല്ല റിലേഷൻഷിപ്പ് വന്നോ? എന്നൊക്കെ അറിയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾമോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അവരുടെ നമ്മൾ നോക്കിയിരുന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫീലിങ്സ്, ഇമോഷൻസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഒരു ചീറ്റിംഗ് ഒക്കെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ കാണും. അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഉള്ളിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് മുഖം കൊടുക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക. അതാണ് അവിടെ പ്രധാനം. നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചിലർ മൂവ് ഓൺ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടാവാം. ചിലർ അങ്ങനെയല്ല, എന്താണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരു ആഗ്രഹം മാത്രമുള്ളവരുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ എന്താണോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.